ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു വേണു. ആ കുടുംബത്തിൻ്റെ പ്രധാന ഉപജീവന മാർഗം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു CBSE സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. കാര്യമായ വരുമാനമില്ല. പക്ഷേ നേരത്തെ തന്നെ സ്ട്രോക്ക് വന്നിരുന്ന ഒരാൾ കൂടിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാവുന്നു. ആദ്യം ചവറ ഹോസ്പിറ്റൽ, പിന്നീട് കൊല്ലം ജില്ലാ ഹോസ്പിറ്റൽ, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. മൾട്ടിപ്പിൾ കാർഡിയക് അറസ്റ്റ് ഉണ്ടായി, ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നു. പക്ഷെ പുറത്തു വന്നിരിക്കുന്ന ആ ശബ്ദരേഖ അതാദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്, നമ്മളാണ് അതാദ്യം പുറത്തുവിടുന്നത്. പക്ഷേ അതിൽ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് തോന്നിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടാണത് പറയുന്നത്. നമ്മുടെ മുന്നിൽ ആ മൊഴികളുണ്ട്. ഇന്നിപ്പോൾ വേണുവിൻ്റെ ഭാര്യയുടെ ബൈറ്റ് നമ്മൾ എടുത്തിരുന്നു. സിസ്റ്റം തകരാറാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വീണ്ടും സിസ്റ്റം തകരാറാണ്. സിസ്റ്റം തകരാർ തന്നെയാണ്. സിസ്റ്റം ഒരിക്കലും ശരിയായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റം തകരാറുകൾ നമ്മൾ എത്ര വട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ മരിച്ച വ്യക്തി മരിക്കുന്നതിന് അല്പം മുമ്പ് നടത്തിയ പ്രതികരണം, അതിൻ്റെ ശബ്ദമാണ് നമ്മൾ മുഴുവൻ കേട്ടത്. അപ്പോൾ അതൊരു മരണമൊഴിയായിട്ട് എടുക്കണം. ആ മരണമൊഴി എന്നുള്ളത് ഒരിക്കലും കളവാവില്ലല്ലോ. അവനവൻ അനുഭവിച്ചു പോയ സാഹചര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മാത്രമല്ല ഇത് എല്ലാവരും അറിയണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട്, അതായത് മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ നടത്തിയിരിക്കുന്ന ആ വാക്കുകളാണ്. ആ വാക്കുകളൊന്നുകൂടെ കേൾക്കാം നമുക്ക്. സമൂലം അഴിമതി കൊണ്ട് ആറാടിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കാൻ ശ്രമിക്കത്തില്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്നതാ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് 6 ദിവസം തികയുക. കിട്ടുന്നതിൽ ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോണേന്നും പറഞ്ഞ് വിട്ട് വന്ന പേഷ്യൻ്റാണ് ഞാൻ. ഡോക്ടറോട് പലതവണ ചോദിച്ചു എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കുമെന്ന്. അവർക്കൊരുവിധ ഐഡിയയുമില്ല. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ ശാപങ്ങളുടെ പരദീസയായി മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഈ വോയിസ് കൊണ്ട് പുറം ലോകത്തെ അറിയിക്കണം. സുഹൃത്തിനയച്ച ശബ്ദരേഖയാണ്. ഇതിൽ വേണു പറയുന്ന ഒരു കാര്യം, വേണു ആദ്യം പറഞ്ഞ യൂണിഫോം ഇട്ട ആളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സെക്യൂരിറ്റി ജീവനക്കാരായിരിക്കാം ഒരു പക്ഷേ. അവിടെ മുതൽ അദ്ദേഹത്തിന് അനുഭവിക്കുകയാണ് അനാസ്ഥ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ചോദ്യങ്ങൾക്കുത്തരം തരണ്ടേ? പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രോഗിയായാലും കൂട്ടിരിപ്പുകാരായാലും എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം അവരോട് പറയേണ്ടതേ ഇല്ല എന്ന രൂപത്തിൽ അവഗണിക്കുന്നു എന്നുള്ളതാണ്. മറുപടി പറയാതിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ചികിത്സയെ സംബന്ധിച്ച് ഇപ്പോൾ ചികിത്സ നൽകി എന്നൊക്കെ ഇപ്പോൾ സൂപ്രണ്ട് എന്നാണ് വിശ്വാസം എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ചികിത്സ നൽകി എന്നാണ് വിശ്വാസം എന്നാണ് സൂപ്രണ്ടിൻ്റെ ബൈറ്റിൽ പറയുന്നത്. ഈ വിശ്വാസം തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും കേട്ടിട്ടുള്ളത്. അല്ലാതെ ചികിത്സാ പിഴവെന്ന് ഒരു ഘട്ടത്തിൽ പോലും ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും വന്ന പിഴവുകളിൽ ഒരിക്കലും കുറ്റം സംബന്ധിച്ചായി നമ്മൾ കണ്ടിട്ടില്ല. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് മാത്രം പിഴവ് എന്ന രൂപത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ അതായതുകൊണ്ട് അദ്ദേഹം ഹൃദ്രോഗ ചികിത്സയ്ക്ക് 5 ദിവസമായി മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ളതാണ്. ചികിത്സ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് മരിക്കുന്നത്. കൊല്ലം പന്മന സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. ശനിയാഴ്ച രാവിലെ ചവറ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അവിടേക്ക് കൊണ്ടുപോകുന്നു. ECGയിൽ വേരിയേഷൻ കാണുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. അപ്പോൾ അടിയന്തര സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. 5 ദിവസം കഴിഞ്ഞിട്ടും ശസ്ത്രക്രിയ നടത്തിയില്ല. ശസ്ത്രക്രിയ നടത്തുന്നതിന് എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നമുണ്ട്, അത് ചെയ്യുന്നത് അപകടമാണെങ്കിൽ അത് അവരെ അറിയിക്കണമെന്നേ. അവരെ അറിയിച്ചിട്ടില്ല, കുടുംബത്തെ അറിയിച്ചിട്ടില്ല, ഭാര്യയെ അറിയിച്ചിട്ടില്ല. ഭാര്യ ഉണ്ടായിരുന്നു കൂടുതൽ ആശുപത്രിയിൽ. അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഈ ഓഡിയോ സുഹൃത്തിന് അയക്കുന്നത്. അന്ന് വൈകിട്ട് നെഞ്ചുവേദന വരുന്നു. രാത്രി 8:15 മരണം സംഭവിക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്ക് ചികിത്സ കിട്ടിയില്ല എന്നൊരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളി, ഒരു ദളിത് കുടുംബമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതിൽ ഒരു കള്ളവും നമ്മൾ സംശയിക്കേണ്ടതില്ല. ഈ സംവിധാനം ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇത് എത്ര കാലമായി ചർച്ച ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമം ഗതികെട്ട് വേറെ നിവൃത്തിയില്ലാതെ വിളിച്ചു പറഞ്ഞ വകുപ്പ് മേധാവി ഡോക്ടർ CH ഹാരിസിൻ്റെ അനുഭവം നമ്മൾക്കറിയാമല്ലോ. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമാണെന്ന് പറയുന്നു. അദ്ദേഹം മോഷണം നടത്തിയെന്ന് പറയുന്നു. അദ്ദേഹം ഉപകരണം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നു. എന്തൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ പോലെ ഉപകരണം എത്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ. അപ്പോൾ അതവിടെ ഒരു കാര്യം. എത്ര കേസുകളാണ്. ഇപ്പോൾ പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു, വീണ് പൊട്ടിയതാണ്. അത് കൈ മുറിച്ചു കളയേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. അതിപ്പോൾ 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ ഡോക്ടർമാരുടെ സംഘത്തിന് തീരുമാനിച്ചു. 1 മാസത്തിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുടുംബം ഇപ്പോൾ പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അതൊരു സംഭവം. ഇനി വയറ്റിൽ കത്രികമായി 7 വർഷം വേദന സഹിച്ച ഹർഷിനിയുടെ കേസ് നമ്മൾ എത്ര ദിവസം ആ വാർത്ത കൊടുത്തതാണ്. എത്ര ദിവസം ആ കുട്ടി അവർ സമരത്തിനിരുന്നാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ സമരത്തിന് പോയി. ഹർഷിനിയുടെ കേസും
ആരോഗ്യമന്ത്രി പറയും പരിഗണിക്കാം, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു, കുറ്റക്കാർക്കെതിരെ നടപടി എന്ന് പറഞ്ഞു. അത് വീണ്ടും ആ രൂപത്തിൽ പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വേറെ ഉണ്ടായിട്ടുണ്ട്. കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ 4 വയസ്സുകാരുടെ അനുഭവം നമുക്കറിയാം. കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. അതിലപ്പുറം എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതങ്ങനെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ തൈറോയ്ഡ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങി. നമ്മൾ കണ്ടതാണല്ലോ, ഗൈഡ് വയർ കുടുങ്ങി എന്ന് പറഞ്ഞ് അവരത് നീക്കിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് നീക്കി കഴിഞ്ഞാലാണ് അപകടം, അത് അവിടെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്താമെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആലപ്പുഴ വനിതാ ശിശുക്ഷേമ ആശുപത്രിയിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് യുവതിക്കുണ്ടായ പരാതി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ യുവതിയുടെ വയറ്റിൽ നൂല് കുടുങ്ങിയത്, പ്രസവത്തിൽ വന്നതാണ്, നൂല് കുടുങ്ങി. അതിനുശേഷം 8 മാസങ്ങൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടത്തുന്നു. ഇങ്ങനെ എണ്ണമെടുത്താൽ നിരവധിയാണ്. നമ്മുടെ വാർത്തകളിൽ, നമ്മളെ ബ്രേക്കിംഗ് ന്യൂസിലൊക്കെ ആശുപത്രിയിൽ നിന്നുള്ള പരാതികളുമായി പാവപ്പെട്ട രോഗികൾ വരുന്ന കേസുകൾ നമ്മൾ എത്രത്തോളം കേൾക്കുന്നു. സ്വകാര്യ ആശുപത്രികളെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ലേ എന്ന് തിരിച്ച് അപ്പുറത്തുനിന്നും ആരോഗ്യവകുപ്പ് ചോദിക്കുന്നുണ്ടാകാം. സ്വകാര്യ ആശുപത്രികളിൽ പണം കൊടുക്കാൻ കഴിയാത്തവരാണല്ലോ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന, അവരുടെ അവസ്ഥയാണ്. ഇന്ന് തന്നെ വരും മറ്റു വാർത്തയുണ്ട്. KGM-CTA സമരത്തിലേക്ക് പോവുകയാണ്. ഡോക്ടർമാരെ സംബന്ധിച്ച് അവരുടെ എണ്ണമില്ല, അവർക്ക് പ്രവർത്തിക്കാനുള്ള എണ്ണമില്ല, ആളുകളില്ല, അവർക്ക് കുടിശ്ശിക ശമ്പളം കൊടുക്കുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരും അസ്വസ്ഥരാണ്, അവരും അതൃപ്തരാണ്, പ്രവർത്തിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ രോഗിയോട് അനുഭാവത്തോടു കൂടി പെരുമാറാൻ അവർക്ക് കഴിയുന്നുണ്ടാകില്ല. ഈ സിസ്റ്റം എങ്ങനെയാണ് ശരിയാക്കുക? ഈ സിസ്റ്റം തകരാറിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണപ്പോൾ നമ്മൾ കണ്ടതാണ്. അത് മുഴുവൻ കെട്ടിടമല്ല, കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ്, ആശുപത്രിയുടെ ഭാഗമല്ല, അത് ബാത്റൂമിൻ്റെ ഭാഗമാണ്. എന്തൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടാണ്. ഒടുവിൽ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി അവരുടെ വായടപ്പിച്ച ശേഷം അത് അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായി എടുത്തു നോക്കിയാൽ, മുഴുവനായുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കിയാൽ, മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥയടക്കം നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാവപ്പെട്ട രോഗികളാണ് ബുദ്ധിമുട്ടുന്നത്. പാവപ്പെട്ട രോഗികൾക്കാണ് അത്താണിയാകുന്ന, ആളുകൾ ഇല്ലാതെയാകുന്ന, ആ കുടുംബത്തിന് കുടുംബനാഥനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഒരു സിസ്റ്റം ഫെയിലിയർ തന്നെയാണെന്ന് പറയുന്നത്. സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന വാക്ക് ആദ്യം പ്രയോഗിച്ചത് ആരോഗ്യമന്ത്രി തന്നെയാണ്. സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ സിസ്റ്റം നേരെയാക്കാൻ എവിടെ നിന്ന് തുടങ്ങും എന്ന് എനിക്കറിയില്ല, എവിടെ നിന്ന് തുടങ്ങാൻ ശ്രമിക്കുന്നു എന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ഈ തരത്തിലുള്ള പരാതികൾ വരികയാണ്, അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. Meet the editors.